പ്രൈം ടൈം ബ്രേക്കിംഗ്. സമാന്തര ബസ് സർവീസുകൾ തടയാൻ പരിശോധന നടത്തിയതിന് KSRTCയിൽ നിന്ന് പണം ഈടാക്കി പോലീസ്. 2017 മുതൽ 19 വരെ പരിശോധന നടത്തിയതിന് 12 ലക്ഷത്തോളം രൂപയാണ് പോലീസ് ഈടാക്കിയത്. അരുൺ രാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അരുൺ രാജ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് താങ്കളുടെ ബ്രേക്കിംഗ് ന്യൂസ്? KSRTC സാമ്പത്തിക ബാധ്യത കൊണ്ട് നട്ടം തിരിയുമ്പോഴാണ് KSRTCയോട് തങ്ങൾ 2017 മുതൽ 19 വരെ KSRTCയുടെ നിർദ്ദേശപ്രകാരം സമാന്തര സർവീസുകളെ നിയന്ത്രിക്കാൻ പോലീസ് നടത്തിയ പരിശോധനയ്ക്ക് 12 ലക്ഷത്തിലധികം രൂപ ഇപ്പോൾ പോലീസ് മേധാവി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ തുക അടിയന്തരമായി നൽകണമെന്നായിരുന്നു പോലീസ് മേധാവി സംസ്ഥാന KSRTC ഡിപ്പാർട്ട്മെന്റ് നൽകിയ ഉത്തരവിൽ ആവശ്യപ്പെട്ടത്. പക്ഷേ ഇതിൽ KSRTCക്ക് ഈ പണം നൽകുവാൻ കഴിഞ്ഞില്ല. തുടർന്ന് KSRTC ചെയ്തത് ഈ പോലീസുകാർക്ക് സൗജന്യ യാത്ര അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് വിവിധ ഘട്ടങ്ങളിലായി നൽകാനുള്ള 12 ലക്ഷം രൂപ ഈ ഇനത്തിൽ തന്നെ കുറവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് തിരിച്ച് KSRTC മറുപടി നൽകുകയായിരുന്നു. എന്തായാലും പോലീസ് ആവശ്യപ്പെട്ട തുക KSRTCക്ക് കിട്ടാനുള്ള തുകയുമായി ടാലി ചെയ്ത് അവസാനം ഒടുക്കേണ്ട അവസ്ഥ വരെ വന്നു. പോലീസ് നിലവിൽ ഇത്തരത്തിൽ തുക ആവശ്യപ്പെടുന്നത് ആദ്യമായിട്ടാണ് എന്നുള്ളതാണ് KSRTCയിലെ ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത്. കാരണം പരിശോധന ഉണ്ടാക്കേണ്ടത് സ്വാഭാവികമായ നടപടിയാണ്. KSRTCയുടെ വരുമാന വർധനവിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ സമാന്തര ബസ് സർവീസ് നടത്തുന്ന വിവരം പോലീസിനെ അറിയിക്കുകയും ചെയ്തത്. അത് 2017 മുതൽ 19 വരെ ഇത്തരത്തിൽ സമാന്തര ബസ് സർവീസ് നടത്തിയ പരിശോധനയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ പൊടുന്നനെ 12 ലക്ഷം രൂപ KSRTCയോട് ആവശ്യപ്പെട്ടത്. എന്തായാലും KSRTCയിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് KSRTCക്ക് നിലവിൽ സാമ്പത്തിക ബാധ്യത വളരെ കൂടുതലാണ്. പെൻഷൻകാരടക്കം ഇപ്പോഴും സമരത്തിലാണ്. നിലവിൽ യാതൊരു തരത്തിലുള്ള പണവും നൽകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് തങ്ങൾക്ക് നൽകാനുള്ള പണത്തിൽ നിന്ന് ഒടുവിൽ കുറവ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഇത് കൈമാറിയത്. നിലവിൽ KSRTCക്ക് 12 ലക്ഷം രൂപ ലഭിക്കേണ്ട പണം ഇത്തരത്തിൽ കുറവ് ചെയ്യേണ്ട അവസ്ഥ കൂടി KSRTCക്ക് കൈവന്നിരിക്കുകയാണ്.